ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പറഞ്ഞാൽ വെച്ചാൽ മച്ചാനെ ഒരു കിടിലൻ ഒരു വീടാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം വരയ്ക്ക് നമുക്ക് കമന്റിലെ രൂപത്തിൽ ചോദിച്ചാണ് പല ഏജൻസികൾ, ഓരോരോ ഏജൻസികൾ മച്ചാന്മാർ കമന്റ് ചെയ്തിട്ട് ആ ഏജൻസികളൊക്കെ ജെന്യൂൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മച്ചാനെ ഓരോരോ ഏജൻസികളിനെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫീഡ്ബാക്ക് പോലെ ഇരിക്കും ഓരോ ഏജൻസികൾ ജെന്യൂൻ ആണോ എന്നോ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനും അതിനനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങൾക്ക് ഇടപെടാനും സാധിക്കുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ ഏതൊരു വ്യക്തിയും പറയുന്ന പോലെ ഇപ്പോൾ എനിക്കും ഇന്ന ഏജൻസി നല്ലതാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ലൊരു ഏജൻസിനെ നമുക്ക് തന്നെ സ്വയമായിട്ട് തന്നെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് പോകും. കാരണം വെച്ചാൽ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾക്ക് പോകുമ്പോൾ 5 to 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപയൊക്കെ ചിലവാക്കി പോണവരുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഈ പൈസയൊന്നും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല. അവിടെ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഏജൻസിക്ക് പോകുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഏജൻസി ആണെന്ന് നിങ്ങൾക്ക് തന്നെ കൺഫേം ചെയ്യാൻ സാധിക്കും. അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് മച്ചാനെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പങ്കിടുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കുന്ന ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഉപകാരമാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കാം മച്ചാനെ. അപ്പോൾ ഫസ്റ്റിലെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഏതെങ്കിലും ഒരു ഏജൻസി നിങ്ങൾ ഇത് കണ്ടു എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് ആ ഏജൻസിയുടെ ഫീഡ്ബാക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതില്ലെങ്കിൽ ആ ഭാഗത്ത് ആ ഏജൻസി എത്ര നാൾ കൊണ്ട് അവിടെ നിരന്തരമായിട്ട് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പുതുതായിട്ട് ഒരു ഏജൻസി ഒരു സ്റ്റാർട്ടപ്പ് ചെയ്ത് വേഗം പോയി അവർക്ക് കൊണ്ട് കൊടുക്കാൻ നിൽക്കരുത്. അവർ പല വാഗ്ദാനങ്ങൾ തരും. അതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് കൂടെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ആ ഒരു ഏജൻസി നിങ്ങൾ കണ്ടെത്തി. അതെന്ന് വെച്ചാൽ ആ ഒരു നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ചുള്ള ഒരു ജോബ് പൊസിഷൻ അവിടെ ഉണ്ട്, അവർ ജോബ് ഓഫർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോബ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ആ ഏജൻസിക്ക് പോകുക. പോയതിനു ശേഷം അതിൽ കയറുന്നതിന് മുമ്പായിട്ട് ആ ചുറ്റുവട്ടത്ത് നമ്മുടെ ആ ഏജൻസി നിൽക്കുന്ന ആ ചുറ്റുവട്ടത്ത് എത്ര നാൾ കൊണ്ട് ആ ഏജൻസി ഉണ്ടെന്നും അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ആൾക്കാർ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടോ എന്ന് ആ ചുറ്റുവട്ടത്തുള്ള ഓട്ടോക്കാരൻ്റെ അടുത്തോ ചുറ്റുവട്ടത്തുള്ള കടക്കാരൻ്റെ അടുത്തോ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ചെയ്യേണ്ടത് പറഞ്ഞാൽ ആ ഏജൻസിയിലോട്ട് നിങ്ങൾ അത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലാത്ത ഏജൻസിയാണെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് നേരിട്ട് ഏജൻസി കയറി പോവുക. നേരെ ഏജൻസി പോയതിന് ശേഷം നിങ്ങളുടെ എന്താണ് ആവശ്യം, ഏത് ജോലിക്കാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ട കാര്യം അവരിനെ അവതരിപ്പിക്കുക. അപ്പോൾ അവതരിപ്പിക്കുമ്പോൾ അവരിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അവരുടെ അടുത്ത് ആ ഫീഡ്ബാക്ക് കാര്യങ്ങൾ ചോദിക്കുക. കാരണം വെച്ചാൽ നിങ്ങൾ എത്ര പേരിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ പരമാവധി അവിടെ കൊണ്ടുപോയിട്ടുള്ളവരുടെ കോൺടാക്ട് നമ്പർ ഒന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ മച്ചാനെ അവിടെ അവരുടെ അടുത്ത് തന്നെ നിങ്ങൾ അവർ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും കോൺടാക്ട് നമ്പർ കിട്ടുകയാണെന്ന് വെച്ചാൽ അങ്ങനെ കളക്ട് ചെയ്യുക. പിന്നെ അവരുടെ എന്താണ് പ്രൊസീജിയർ എന്ന് ചോദിച്ച് മനസ്സിലാക്കിയില്ല. കാരണം വെച്ചാൽ നമ്മൾ പേയ്മെന്റും കാര്യങ്ങളും ഇന്ന ജോലിക്ക് വേണ്ടി പോകാൻ നോക്കും. ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയാണ് വെക്കുക. 5 ലക്ഷം രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ അതിന്റെ എന്താണ് എഗ്രിമെന്റും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതിനുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കുക. കാരണം വെച്ചാൽ അത് വ്യക്തമായിട്ട് ചോദിക്കുക. അവർ ഒരു നല്ലൊരു ഏജൻസിയാണ് പറഞ്ഞു വെച്ചാൽ അവർ ഫസ്റ്റ് തന്നെ ഇനിഷ്യൽ പേയ്മെന്റ് ചോദിക്കില്ല. കാരണം വെച്ചാൽ ഒരുപാട് പൈസയൊന്നും ചോദിക്കില്ല. ചെറിയ തുക എന്തെങ്കിലും നമ്മളവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, അതിന്റെ പ്രൊസീജിയറിലേക്ക് പോയി കഴിഞ്ഞു വെച്ചാൽ ഇന്ന കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ലാസ്റ്റ് കൊണ്ട് പിൻവലിയും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അവർക്ക് അത് നഷ്ടമായി പോകുന്നതുകൊണ്ട് ചെറിയൊരു ഇനിഷ്യൽ പേയ്മെന്റ് ചോദിക്കുകയാണെന്ന് വെച്ചാൽ അത് തരാം, ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം തരാമെന്ന് പറയുക. ഒരു കാരണവശാലും ഇന്റർവ്യൂ കഴിയാണ്ട് ജോബ് അവർ ഒരിക്കലും ഇത്ര ശമ്പളം കിട്ടുമെന്ന് ഒരിക്കലും പറയില്ല. കാരണം വെച്ചാൽ ഏതൊരു ജോബ് പൊസിഷൻ ആണെങ്കിലും ഒരു വേറെ ഓൾസോ അൺസ്കിൽഡ് കാറ്റഗറിയോ അല്ലെങ്കിൽ ഏത് ജോബ് പൊസിഷൻ ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള രീതിയിലൊരു ഇന്റർവ്യൂവും കാര്യങ്ങളുണ്ടാവും. അത് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മുടെ പേയ്മെന്റും കാര്യങ്ങളും ഇനിഷ്യൽ പേയ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടത് വരിക. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇപ്പോൾ ജോബ് ഓഫർ നമുക്കിപ്പോൾ അവർ തന്നെ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ജോബ് ഓഫർ ഇന്നത് അത്ര രൂപ ആണ് സാലറി, ഇത്ര പെർ ഹവർ ഇത്രയാണ് അല്ലെങ്കിൽ ഇത്രയാണ് മന്ത്ലി സാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോബ് ഓഫർ തന്നു കഴിഞ്ഞു വെച്ചാലാണ് പിന്നെ അടുത്ത പ്രൊസീജിയറിലോട്ട് പോണതിൽ എത്ര നാൾ പിടിക്കും, എത്ര നാളിനുള്ളിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ചോദിക്കുക. വർക്ക് പെർമിറ്റിന്റെ കാര്യങ്ങളൊക്കെയോ അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ സാധിക്കും. എന്താണ് പറഞ്ഞു വെച്ചാൽ ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് അവരുടെ ലൈസൻസ് ഒരു കോപ്പിയോ അല്ലെങ്കിൽ ഒന്ന് കാണിക്കാൻ പറയുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് വരും. കാരണം വെച്ചാൽ അതിൻ്റെ ലൈസൻസ് നമ്പർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ ഒരു ഉപകാരമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഞാനൊരു ആപ്ലിക്കേഷൻ അതിൽ കാണിച്ചു തരാം. ഈ മൈഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അല്ല പറഞ്ഞു വെച്ചാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതിലെങ്കിലും നിങ്ങളെന്നാൽ കയറിയതിന് ശേഷം ഫൈൻഡ് ഏജൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗം കൂടിയുണ്ട്. അതിൽ നിങ്ങൾ കയറിയ നിങ്ങൾക്ക് വേണമെങ്കിൽ പക്ഷേ മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിലാക്കാം, ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദിയിലാക്കാം, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ്, ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോക്കുക.
അതിന് ശേഷം നിങ്ങൾ ഫൈൻഡ് ഏജൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ശേഷം അവരുടെ ഏത് ഏജൻസിയാണ് എവിടെയാണ് ഉള്ളതെന്നും അവരുടെ ഐഡിയുടെ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ലൈസൻസിന്റെ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് ഏത് ഏജൻസി, അത് ജെനുവിൻ ആണോ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ ലൈസൻസിന് അർഹരാണോ എന്ന് അറിയാൻ സാധിക്കും. അതുപോലുള്ള ഏജൻസികൾ മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഓടിക്കേറി പോയി പേയ്മെന്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് പോയി പെട്ടു പോകരുത് മച്ചാനെ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ മലയാളികൾ തന്നെ എത്ര കൊണ്ടാലും നമ്മൾ പഠിക്കാത്ത പോലെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് പെട്ടുപോയിട്ട് ഇതുപോലെ GCC എന്നല്ലാണ്ട് യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ പോയി പെട്ടുപോയവരുണ്ട്. അപ്പോൾ പെട്ടുപോയിട്ട് പോലും വീണ്ടും ഒരാൾക്കാർ ഇതുപോലെയുള്ള ഏജൻസികളിൽ പോവല്ലേ എന്ന് പറഞ്ഞാൽ കൂടി പിന്നെയും നമ്മൾ പോയി പൈസ കൊടുക്കണം. കാരണം വെച്ചാൽ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ എങ്ങനെയാണെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും എവിടെയെങ്കിലും യൂറോപ്പിൽ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് രക്ഷപ്പെടണം വേണ്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ പോയി പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഈ മച്ചാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പം മച്ചാനെ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായി തിരക്കിയതിന് ശേഷം മാത്രം ഈ പ്രൊസീജിയറിലോട്ട് പോകുക. എല്ലാ കാര്യങ്ങളും മച്ചാനെ കാരണം വെച്ചാൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ലൈസൻസ് ചെക്ക് ചെയ്യേണ്ട വെബ്സൈറ്റും അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളും അത് താഴെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിന്റെ പ്രൊസീജിയറിലോട്ട് പോകുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വെച്ചാൽ മച്ചാനെ ചാനലിൽ സബ്സ്ക്രൈബും അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയുള്ള ദിവസങ്ങളിലുള്ള ഡെയിലി വീഡിയോസുകൾ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പരമാവധി നോക്കട്ടെ, പരമാവധി കിട്ടുന്നുണ്ട് വെച്ചാൽ പരമാവധി ഞാൻ വീഡിയോസുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഓരോരോ ആൾക്കാർ കമന്റ് ചെയ്യണമെന്നവരെല്ലാ മച്ചാന്മാർക്കും റീപ്ലൈ കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കൊന്ന് ഉപകാരം വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, ഗുഡ് ബൈ.